എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 വെറൈറ്റി ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് 2 ചമ്മന്തിക്കും കൂടിയുള്ള വറ്റൽമുളകാണ്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ ചെറിയത്, ചെമ്മീൻ. പുളിക്ക് ആവശ്യമായ മാങ്ങ എടുത്തിട്ടുണ്ട്. പുളി വാളംപുളി വയ്ക്കുകയാണെങ്കിൽ അതായാലും മതി. ഞാൻ ഇവിടെ മാങ്ങയാണ് എടുത്തത്. സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി അതിലേക്ക് ചെമ്മീനിട്ട് വറുത്തെടുക്കാം. കഴുകി ഉണക്കി വെച്ച ഉണക്കച്ചെമ്മീനാണ്. ചെമ്മീനൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെമ്മീൻ മാറ്റി ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കനലിൽ ചുട്ടെടുത്താലും മതി. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി പൊളിച്ചെടുക്കണം. മുളകിൻ്റെ ഞെട്ടിയും കളഞ്ഞെടുക്കാം. മിക്സിൻ്റെ ചെറിയ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെമ്മീൻ വറുത്ത് നന്നാക്കി വെച്ച പാലൊക്കെ കളഞ്ഞ് നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ വറുത്ത വറ്റൽമുളക് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. ഇനി ചെമ്മീൻ ഉപ്പുണ്ട്. അപ്പം നമ്മൾ പാകത്തിന് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി ചമ്മന്തിക്ക്. അപ്പോൾ നമ്മൾ 2 ഉപ്പുകല്ലിട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചോറിനും കപ്പയ്ക്കോ ദോശയ്ക്കോ എല്ലാം കൂട്ടാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അടുത്ത ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ പൊടിച്ച ജാറ് തന്നെ എടുത്തു. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് പിന്നെ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച് നന്നാക്കി വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീൻ ഉപ്പുണ്ടതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കൂടി നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ 2 ഐറ്റമും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ ചമ്മന്തിപ്പൊടി നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. 1 മാസമൊക്കെ ഇരുന്നോളും. ഒരു കാറ്റ് കയറാത്ത ഡെപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ 1 മാസത്തോളം ഇരുന്നോളും. അപ്പോൾ അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.